കോഴിക്കോട് പേരാമ്പ്രയിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. പേരാമ്പ്ര CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തർക്കത്തിൽ LDF-ഉം UDF-ഉം റാലികൾ സംഘടിപ്പിച്ചിരുന്നു. ഈ റാലികൾ വൈകിട്ട് നേർക്കുനേരെ വന്നതോടെയാണ് സംഘർഷത്തിന് തുടക്കം. പോലീസിന്റെ കണ്ണീർവാതക പ്രയോഗത്തിൽ ഷാഫി പറമ്പിൽ MP-ക്ക് പരിക്കേറ്റു. ഈ ചോര കൊണ്ട് ശബരിമല സ്വർണ്ണമോഷണം മറയ്ക്കാനാകില്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് KPCC ആഹ്വാനം ചെയ്തു. ഈ ചോര കൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടതിനെ മറച്ചു പിടിക്കാമെന്ന് CPM-ഉം പോലീസും സർക്കാരും വ്യാമോഹിക്കണ്ട. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പ്രൊവോക്കഡായ മോബാണ്. പ്രവർത്തകരാകെ വളരെ 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 പ്രതിഷേധിച്ച് നിൽക്കുകയായിരുന്നു. അവരെ ശാന്തമാക്കുകയാണ് MP ചെയ്തത്. ഞാനും MP-യും പോയി ശാന്തരാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് പോലീസ് ഒരു പ്രകോപമില്ലാതെ വന്നിട്ട് അടിക്കുകയായിരുന്നു. ഷാഫി പറമ്പിൽ MP-യെ നോക്കി അടിക്കുകയായിരുന്നു. അദ്ദേഹം ഷാഫി പറമ്പിൽ MP ആണെന്നതിനകത്ത് ഒരു പോലീസുകാരനും പേരാമ്പ്രയില്ല. ഒരു DYSP സുനിലുണ്ട്. അവിടുത്തെ ഈ CPM ഏരിയ സെക്രട്ടറിയേക്കാൾ തരം താഴ്ന്നു വരുന്നു. നിരവധി തവണ ഞങ്ങൾ പറഞ്ഞു ഈ പ്രകടനം ഒന്ന് സമാധാനമായി ഞങ്ങൾ അവസാനിപ്പിച്ചോട്ടെ, പിരിഞ്ഞു പോയിക്കൊള്ളാം. അതിനൊന്നും അനുവദിക്കാതെ പോലീസ് അങ്ങോട്ട് തല്ലിയാണ്. തല്ലിയത് ആദ്യം തന്നെ ഷാഫിയാണ്. MP ആണെന്ന് അറിഞ്ഞിട്ടും മൂക്കിന് തല്ലി, തലയ്ക്ക് തല്ലി, മുഖത്ത് തല്ലി, രക്തം വാർന്നു. എത്രയോ രക്തങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്ത് പോയി. നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു? ഷാഫി പറമ്പിലിന്റേത് ഗുരുതര പരിക്കാണോ? ഇന്ന് വൈകിട്ടോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതായത് ഈ പേരാമ്പ്രയിൽ ഉണ്ടായ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി UDF പേരാമ്പ്രയിൽ പ്രാദേശികമായ ഹർത്താലും പ്രഖ്യാപിച്ചിരുന്നു. ഹർത്താലിന്റെ ഭാഗമായാണ് ഇന്ന് വൈകിട്ട് ഏതാണ്ട് 5 മണിയോട് കൂടി ഇവിടെ ഒരു പ്രകടനം UDF-ന്റെ നേതൃത്വത്തിൽ നടന്നത്. ഇതേ സമയം DYFI-യും പ്രതിഷേധവുമായി ഈ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. ഈ സമയം ഇവിടെ സംഘർഷം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോലീസ് ഉൾപ്പെടെ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്പസമയം മുൻപ് DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ നമ്മളോട് പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ ഒരു സംഘർഷ സാധ്യത ഉൾപ്പെടെ നിലനിന്നത് കൊണ്ട് താനും ഷാഫി പറമ്പിൽ MP-യും ഈ ഭാഗത്തേക്ക്, ഈ പ്രകടനമൊക്കെ നടക്കുന്ന ഭാഗത്തേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് അറിയിച്ചത്. പക്ഷേ പിന്നീട് അതൊരു വാക്തർക്കത്തിലേക്കും മറ്റും നീങ്ങുകയും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടെ കോൺഗ്രസിലെ നിരവധി പ്രവർത്തകർക്ക് കാര്യമായ പരിക്ക്, ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുമുണ്ട്. കോഴിക്കോടെ വിവിധ ആശുപത്രികളിൽ ഈ പ്രവർത്തകരെ ഉൾപ്പെടെ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷാഫി പറമ്പിൽ MP-ക്കും സമാനമായ രീതിയിൽ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നുൾപ്പെടെ രക്തം വരുന്ന നിലയിലാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ താൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ തേടിപ്പിടിച്ച് മർദ്ദിക്കുകയായിരുന്നു പോലീസ് എന്നുള്ളതാണ്. DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരും ഇതുതന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും സ്ഥലത്ത് പേരാമ്പ്രയിൽ ഇപ്പോഴും പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. കോൺഗ്രസ് ഈ ഘട്ടത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഇന്നിപ്പോൾ രാത്രി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം നാളെ ഇവിടെ IG ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ DCCയുടെ ജില്ലാ അധ്യക്ഷൻ പ്രവീൺ കുമാർ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം ഇപ്പോഴും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് നിരവധി പ്രവർത്തകരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യമായ പരിക്ക് ആളുകൾക്ക് പറ്റിയിട്ടുണ്ട്. പല പ്രവർത്തകരുടെയും കണ്ണിനുൾപ്പെടെയാണ് ഗുരുതരമായ പരിക്ക് സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ DYFIയുടെ ഭാഗത്തു നിന്നും LDF-ന്റെ ഭാഗത്തു നിന്നോ ഉൾപ്പെടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർക്ക് കാര്യമായ പരിക്കുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. എങ്ങനെ പ്രതിഷേധിക്കുമെന്നാണ്? ഇന്ന് തന്നെ പ്രതിഷേധം തുടങ്ങുന്നുണ്ടോ? നാളത്തേക്കാണ് KPCC ആലോചന എന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ സ്ഥലത്തെ ഒരു സാഹചര്യം എന്താണ്? നിലവിൽ ശക്തമായ പ്രതിഷേധം തുടങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ റിജിൽ മാർക്കറ്റിലൂടെ നമുക്കൊപ്പം ചേരുകയാണ്. പറഞ്ഞതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയൊരു മർദ്ദനമാണ് ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? തീർച്ചയായും സമാധാനപരമായി പ്രതിഷേധ പ്രകടനം നടത്തുന്നവരെ
പോലീസും CPM ഗുണ്ടകളും ചേർന്ന് നേരിടുകയാണ്. ഒരു ജനപ്രതിനിധിക്ക് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ആ ക്രൂരമായി ഷാഫി പറമ്പിൽ MP ആക്രമിക്കുകയാണ്. അദ്ദേഹത്തിന് ലാത്തി കൊണ്ടും അതോ ഗ്രനേഡ് കൊണ്ടുള്ള പരിക്ക് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പരിക്കുണ്ടാവുന്നു. അവിടെ രാവിലെ മുതൽ CPM ആസൂത്രിതമായ സംഘർഷം നടത്തുകയാണ്. കേരളത്തിൽ ഒരു സംഘർഷാവസ്ഥയിൽ ഉണ്ടാക്കി ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അല്ലെങ്കിൽ ശബരിമല സ്വർണം കളവ് അത് പിടിക്കപ്പെടാതിരിക്കാനുള്ള വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ ജനപ്രതിനിധികൾക്ക് ആക്രമണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. കാക്കിയിട്ട ഗുണ്ടകളെ നിലക്ക് നിർത്തിയില്ലേ തെരുവിൽ കൈകാര്യം ചെയ്യും. ആ രൂപത്തിലേക്ക് പോകരുതെന്ന് പിണറായി വിജയനോടും CPM-ഓടും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഏത് വിധമുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചത്? കേരളം മുഴുവൻ പ്രതിഷേധമാണ്, അതിശക്തമായ പ്രതിഷേധമാണ്. ഇത് ഞങ്ങളുടെ MP-യാണ്. ഷാഫി പറമ്പിലെ പോലെ ഒരാളെ ആക്രമിച്ചിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് തയ്യാറല്ല. അതിശക്തമായ പ്രതിഷേധം, പോലീസും അത് അനുഭവിക്കേണ്ടി വരും. തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ